നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമ്പള പോലീസ് സ്റ്റേഷന് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനെ തുടർന്നാണ് നടപടി. കാസർഗോഡ് പൈക്ക പള്ളി കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു. സംഭവത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എ മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായി നടന്നു. അദാലത്തിൽ ലഭിച്ച 152 പരാതികളിൽ 137 തീർപ്പാക്കി. ഉപ്പള വേരിക്കയിൽ വൈദ്യുതി പോസ്റ്റ് കടലിലേക്ക് ചെരിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. കടലാക്രമണത്തെ തുടർന്ന് വൈദ്യുതി തൂൺ കടലിലേക്ക് ചെരിയുകയായിരുന്നു. കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർക്കായുള്ള യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 6 പോലീസുകാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തത് കുമ്പള പോലീസ് സ്റ്റേഷന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ജില്ലാ പോലീസ് മേധാവി YB വിജയ് ഭാരത് റെഡ്ഡിയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. കുമ്പള ഭാഗത്തെ മണൽ കടത്തുകാരും പോലീസുകാരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് പരാതികൾ ഉയരുന്നത് പതിവായിരുന്നു. ഇതിനിടെയാണ് ആ പരാതികളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളുണ്ടായത്. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് കുമ്പള പോലീസ് സ്റ്റേഷനിലെ 6 പോലീസുകാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന സംഭവമായി മാറി. ജില്ലാ പോലീസ് മേധാവി YB വിജയ് ഭാരത് റെഡ്ഡിയാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PM അബ്ദുൽ സലാം, AK വിനോദ് കുമാർ, ലിനേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ AM മനു, MK അനൂപ്, പോലീസ് ജീപ്പ് ഡ്രൈവർ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ കുമ്പള സ്റ്റേഷനിലുള്ള 5 പേരെയും നേരത്തെ സ്ഥലം മാറിപ്പോയ ഒരാൾക്കുമെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. 1 മാസം മുൻപ് മണൽ കടത്തുന്നതിനിടെ ഒരു ടിപ്പർ ലോറി പോലീസ് പിടികൂടിയിരുന്നു. ഡ്രൈവറായ മൊയ്തീൻ എന്നയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴുമാണ് മണൽ മാഫിയയുമായി ബന്ധമുള്ള പോലീസുകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. പോലീസ് അനധികൃത മണൽക്കടത്ത് പിടികൂടുവാനിറങ്ങുമ്പോൾ കൃത്യമായ വിവരങ്ങൾ മണൽ മാഫിയ സംഘങ്ങൾക്ക് വാട്സാപ്പ് വഴിയും ഫോൺ കോൾ വഴിയും കൈമാറുകയായിരുന്നു. ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെ കുമ്പള SI ശ്രീജേഷ് കാസർഗോഡ് DYSP CK സുനിൽകുമാറിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി. പ്രാഥമികാന്വേഷണം നടത്തിയതിനു ശേഷം ഈ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 6 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിവരം നൽകിയതിന് കൃത്യമായി പണം പോലീസിന് ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വകുപ്പുതല അന്വേഷണം നടക്കും. ഇതിനു ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക. കുമ്പള ഭാഗത്തെ മണൽക്കടത്തുകാരും പോലീസുകാരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് പരാതികൾ ഉയരുന്നത് പതിവായിരുന്നു. ഇതിനിടെ ആ പരാതികളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള നടപടികളുണ്ടായത് കുമ്പള പോലീസ് സ്റ്റേഷന് തന്നെ കളങ്കം ചാർത്തുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൈക്ക പള്ളി കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു. പൈക്ക ജുമാ മസ്ജിദിലെ ഉസ്താദ് റാസ ബാഗഫി ഹൈതമിയുടെ കാറാണ് കത്തി നശിച്ചത്. സംഭവത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ. പതിയെടുക്ക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെല്ലിക്കട്ട പൈക്കയിൽ പള്ളി കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. പൈക്ക ജുമാ മസ്ജിദിലെ ഉസ്താദ് റാസ ബാഗഫി ഹൈതമിയുടെ കാറാണ് കത്തി നശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 മണിയോടെയാണ് സംഭവം. റോഡിലൂടെ സഞ്ചരിച്ച കാർ യാത്രക്കാരാണ് പരിസരവാസികളെ വിവരം അറിയിച്ചത്. തുടർന്ന് പരിസരവാസികൾ കാസർഗോഡ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാൽ, VM സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വെള്ളവും ഫോമും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമ ഫലമായി തീയണച്ചു. കാറിനകത്തുണ്ടായിരുന്ന പാസ്പോർട്ടും മറ്റ് വിലപ്പെട്ട രേഖകളും കത്തി നശിച്ചു. ചുറ്റുപാടുമുണ്ടായിരുന്ന വാഹനങ്ങളിലോ പ്രദേശത്തോ തീ പടരാഞ്ഞതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. റാസ ബാഗഫിയുടെ ബന്ധുവായ മംഗൽപാടി സ്വദേശി അബ്ദുല്ലയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തി നശിച്ചത്. കാർ കത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ ബദിയടുക്ക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. സംയുക്ത സമരസമിതി സംസ്ഥാന കൺവീനർ A മാധവൻ ഉദ്ഘാടനം ചെയ്തു.
സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതന വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കുക. സ്വകാര്യ ആശുപത്രി എംപ്ലോയീസ് ആക്ട് പുറപ്പെടുവിക്കുക. സ്ഥിരം തൊഴിൽ മേഖലയിൽ കരാർവൽക്കരണം അവസാനിപ്പിക്കുക. ESI പരിധിയില്ലാത്തവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ അനുവദിക്കുക. 3 ഷിഫ്റ്റ് ജോലി കൃത്യമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ സംയുക്ത സമരസമിതി സംസ്ഥാന കൺവീനർ A. മാധവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സംസ്ഥാന ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വർഷങ്ങളായി നടന്നിട്ടേയില്ല. മാനേജ്മെന്റ് പറയുന്നത് അവർ 2013-ലത്തെ ശമ്പളമാണ് ഇപ്പോഴും കൊടുക്കുന്നത് എന്നാണ്. 2018-ൽ വേറെ ശമ്പള പരിഷ്കരണം വന്നിരുന്നു, പക്ഷെ അതവർ നടപ്പിലാക്കിയിട്ടില്ല. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C. ശോഭലത, ബിജു ഉണ്ണിത്താൻ, PV കുഞ്ഞമ്പു, S. വിവേകാനന്ദൻ, K. രവീന്ദ്രൻ, K. കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പാക്കുന്നതിനായുള്ള കാസർഗോഡ് ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായി നടന്നു. അദാലത്തിൽ ലഭിച്ച 152 പരാതികളിൽ 137 തീർപ്പാക്കി. ഭൂരിഭാഗം പരാതികളിലും വ്യക്തമായ പരിഹാരം കാണുവാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണമാണുണ്ടായതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. വീടിന് മുകളിൽ കൂടി KCB ഹൈടെൻഷൻ വയർ കടന്നു പോകുന്നതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പൈവളികെ ആസാദ് നഗറിലെ കമല നൽകിയ പരാതിയുൾപ്പെടെയുള്ള നിരവധി പരാതികൾക്കാണ് അദാലത്തിൽ തീരുമാനമായത്. ഹൈടെൻഷൻ വയർ മാറ്റി സ്ഥാപിക്കുവാൻ KCB 21 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ച നടപടി പരാതിക്കാരിക്ക് മാത്രമല്ല പൈവളികയിലെ നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്വാസമായതായി കമ്മീഷൻ അറിയിച്ചു. 55 സെന്റുള്ള സ്വന്തം വസ്തുവിൽ ടവർ ഉള്ളതിനാൽ ജീവന് ഭീഷണിയെന്ന് കാണിച്ച് കൊടക്കാട് ആനിക്കാടിയിലെ PM അനിത നൽകിയ പരാതിയിൽ പകരം സുരക്ഷിതമായ 55 സെന്റ് സ്ഥലം നൽകുവാനുള്ള നടപടി റവന്യൂ വകുപ്പ് ആരംഭിച്ചു. ഭൂരിഭാഗം പരാതികളിലും വ്യക്തമായ പരിഹാരം കാണുവാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണമാണുണ്ടായതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടിക ഗോത്രവർഗങ്ങളുടെ എല്ലാ ഡെവലപ്മെന്റും ചെയ്തുകൊണ്ടിരുന്നത് ഡിപ്പാർട്ട്മെന്റ് നേരിട്ടായിരുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടല്ലാതെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നത് ഇപ്പം LSTD മുഖാന്തരമാണ്. ഇപ്പം അതിൽ ഭൂമി വാങ്ങുന്നത്, വീട് വെക്കുന്നത്, പിന്നെ കുഴൽ കിണർ കുഴിക്കുന്നത്, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ LSTD ആണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അവരുടെ കയ്യിൽ 37 പരാതികളുണ്ടായി. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്കൂളിന്റെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെയാണ്. അങ്ങനെ 2 സിവിൽ സപ്ലൈസ്, 2 ബാങ്ക്, 2 ബാങ്കിൻ്റെ, പിന്നെ മറ്റ് എല്ലാം കൂടിയിട്ട് ഒരു 4 കേസുകൾ. അങ്ങനെയാണ് 152 പരാതികൾ ഇവിടെ കൈകാര്യം ചെയ്തത്. അതിൽ 137 തീരുമാനമായി. അദാലത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ ഉന്നതികൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി മധൂർ പഞ്ചായത്തിലെ പുളിക്കൂർ കൊല്ലങ്കാന ഉന്നതികൾ കമ്മീഷൻ സന്ദർശിച്ചു. ചെങ്ങറ പുനരധിവാസ ഭൂമിയും കമ്മീഷൻ സന്ദർശിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ബേരിക്കയിൽ വൈദ്യുതി പോസ്റ്റ് കടലിലേക്ക് ചെരിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. കടലാക്രമണത്തിൽ മുകൾ ഭാഗത്തുണ്ടായിരുന്ന തിട്ടയിടുകയും വൈദ്യുതി തൂൺ കടലിലേക്ക് ചെരിയുകയുമായിരുന്നു. ജീവൻ പണയം വെച്ച് ലൈൻമാൻമാർ കേബിൾ കരയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ ശ്വാസമടക്കി പിടിച്ച് മാത്രമേ കാണുവാനാകൂ. മഞ്ചേശ്വരം മംഗൽപാടി പഞ്ചായത്തിലെ പെരിങ്ങാടി ബേരിക്കെ പ്രദേശങ്ങളിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. ഇതേ തുടർന്ന് 5ഓളം വൈദ്യുതി തൂണുകൾക്കാണ് നാശം സംഭവിച്ചത്. ഇതിൽ ഒരു തൂൺ കടലിലേക്ക് ചെരിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യമാണിത്. കടലാക്രമണത്തിൽ മുകൾ ഭാഗത്തുണ്ടായിരുന്ന തിട്ട ഇടിയുകയും വൈദ്യുതി തൂൺ കടലിലേക്ക് ചെരിയുകയുമായിരുന്നു. ജീവൻ പണയം വെച്ച് ലൈൻമാൻമാർ ഇലക്ട്രിക് കേബിൾ കരയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ശ്വാസമടക്കിപ്പിടിച്ച് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. കടലാക്രമണത്തിൽ തീരത്തെ നിരവധി കാറ്റാടി മരങ്ങൾ കടപുഴകി ലൈനിലേക്ക് വീണതാണ് തൂണുകൾ ഇത്തരത്തിൽ നിലംപതിക്കുവാൻ കാരണമായത്.
തൂണുകൾ ഇനി പുനഃസ്ഥാപിക്കുവാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. റീറൂട്ട് ചെയ്ത് വൈദ്യുതി വിതരണം നടത്തുവാനുള്ള ശ്രമങ്ങളാണ് KSEB നടത്തുന്നത്. പ്രദേശത്ത് 20 തൂണുകൾ ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം 50 വീടുകളും അപകടാവസ്ഥയിലാണ്. റോഡ് പൂർണ്ണമായും കടലിൽ ഒലിച്ചുപോയതിനാൽ പെരിങ്ങാടി മുട്ടം പ്രദേശവുമായുള്ള ബന്ധവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർക്കായുള്ള യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിലെ ജീവനക്കാരുടെ കൂട്ടായ്മയായ കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർക്കായുള്ള യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ഉദ്യോഗക്കയറ്റം ലഭിച്ചു പോകുന്ന കാസർഗോഡ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ L. ഷീബ, സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറായി പോകുന്ന ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ S. ചിത്രലേഖ, തസ്തിക മാറ്റം മുഖാന്തരം സ്ഥലം മാറിപ്പോകുന്ന ഗിരീഷ് ആനപ്പെട്ടി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും നടത്തി. കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് ഇത്രയും അംഗൻവാടികൾക്ക് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കാൻ കഴിയുന്നത്. അതിൽ 19 അംഗൻവാടി ഒഴികെ ബാക്കിയുള്ള അംഗൻവാടി എല്ലാം നമ്മൾ വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 19 അംഗൻവാടികളിൽ നമുക്ക് ബിൽഡിംഗ് പൊളിക്കാനുള്ളതുകൊണ്ട് അതിന് പ്രവർത്തിച്ചില്ല. അപ്പോൾ അതിലെല്ലാത്തിലും നല്ല ഒരു നേതൃത്വം കൊടുത്തിരുന്നത് നമ്മുടെ ICDS പ്രോഗ്രാം ഓഫീസർ ചിത്ര ലേഖ, അതുപോലെ നമ്മുടെ നമ്മുടെ ശിവ, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട്, വളരെ പ്രോ ആക്റ്റീവായിട്ട് ഇടപെട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വരുന്ന ഓഫീസർമാർ, വുമൻസ് റിപ്രസൻ ഓഫീസർമാർ കൃത്യമായിട്ട് ഒരു നോട്ടഡ് പേഴ്സണാലിറ്റീസ് ആണ് കാണുന്നത്. നമുക്ക് ജില്ലയിൽ ആരെങ്കിലും ഓഫീസർമാരെ നമുക്ക് നോക്കുമ്പോൾ ഒരു നോട്ടഡ് ഓഫീസറായിട്ടാണ് അവരെല്ലാം കാണുന്നത്. അപ്പോൾ അത്രയും ഒരു ഇടപെടലുകൾ നമ്മുടെ ജില്ലാ തലത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരു കാര്യമാണ്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ഐസക് അധ്യക്ഷത വഹിച്ചു. വനിതാ സംരക്ഷണ ഓഫീസർ PG സവിത, ശിശുവികസന പദ്ധതി ഓഫീസർമാരായ സായാന KJ, ബീന K, EK ബിജി, VG ഗീതകുമാരി, സീനിയർ സൂപ്രണ്ട് AT ശൈലശ്രീ, ജൂനിയർ സൂപ്രണ്ട് ശ്രീജിത്ത് ബിലായ്, ഗവൺമെന്റ് മഹിളാ മന്ദിരം സൂപ്രണ്ട് നദീറ T, EP രാമചന്ദ്രൻ, MK മോളി, G കാവ്യശ്രീ, അമല മാത്യു, C റീജ, സ്റ്റാഫ് കൗൺസിൽ കൺവീനർ AT ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കായുള്ള അനുമോദന വേദി സംഘടിപ്പിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവ് കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സേവനം തന്നെയാകണം വിദ്യാർത്ഥികളുടെ മുഖമുദ്രയെന്നും KV കുമാരൻ മാസ്റ്റർ പറഞ്ഞു. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം ഏർപ്പെടുത്തിയ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന പരിപാടിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് KV കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു. സേവനം തന്നെയാകണം വിദ്യാർത്ഥികളുടെ മുഖമുദ്രയെന്ന് KV കുമാരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. എങ്ങനെ എനിക്ക് മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പറ്റിയെന്നത് ഒന്ന് ആലോചിക്കുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് വീട്ടിൽ ഏറ്റവും കാര്യമായിട്ട് അവരവരുടെ ബുദ്ധി, നല്ല ബുദ്ധിയുള്ള കുട്ടികൾ എങ്ങനെയായിട്ട് മേലെ വരും, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം വീട്ടിലെ ചുറ്റുപാട്, വീട്ടിൻ്റെ പാരമ്പര്യം, മറ്റ് സാഹചര്യങ്ങൾ, പിന്നെ പൊതുജനങ്ങളിൽ നിന്നുള്ള സഹകരണം, മറ്റ് സംഘടനകളിൽ നിന്നുള്ള അവർക്ക് പ്രോത്സാഹനം, ഇതൊക്കെ ചേർന്നിട്ടാണ് നിങ്ങൾ ഈ ക്രീമി ലെയറിൽ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം ആലോചിക്കുന്നത് നന്നായി. സംഘം പ്രസിഡന്റ് PD രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ A. ജയചന്ദ്രൻ, അസിസ്റ്റന്റ് ഡയറക്ടർ അശോക് J. ഷേണായ്, V. ശോഭ, T. പ്രകാശൻ, KV രാഘവൻ, A. സുധാകരൻ, ഭരണസമിതി അംഗം K. മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് K. രാഘവൻ സ്വാഗതവും ഡയറക്ടർ K. വിനോദ് നന്ദിയും പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ യോഗം അനുശോചിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട്ടെ കോളിക്കര ഹോണ്ടയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ബമ്പർ പ്രൈസ് ഉദുമ സ്വദേശിനിക്ക്. ഹോണ്ട ആക്ടീവയാണ് ബമ്പർ പ്രൈസ്. ഷോറൂമിൽ നടന്ന പ്രൗഢമായ ചടങ്ങിലാണ് നറുക്കെടുപ്പ് നടന്നത്. 100ഓളം ഉറപ്പായ സമ്മാനങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു.
ഇരുചക്ര വാഹന പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഏപ്രിൽ 18-നാണ് KSTP റോഡിൽ ചെമ്മനാട് മണലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ കോളിക്കര ഹോണ്ട ഷോറൂം പ്രവർത്തനമാരംഭിച്ചത്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ബിസിനസ് പാരമ്പര്യവുമായാണ് കോളിക്കര ഗ്രൂപ്പ് വാഹന വിപണിയിലേക്ക് കൂടി ചുവടുവെച്ചത്. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിവിധ ഓഫറുകളും സമ്മാന പദ്ധതിയും ഇവിടെ ഒരുക്കിയിരുന്നു. ഹോണ്ട ആക്റ്റീവ ബമ്പർ സമ്മാനമായുള്ള ഈ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് പ്രൗഢമായ ചടങ്ങിൽ ഷോറൂമിൽ നടന്നത്. നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായ ഹോണ്ട ആക്റ്റീവ ഉദുമയിലെ സാജിദ KH-നാണ് ലഭിച്ചത്. സാജിദ KH. First of all, we are saying congratulations. നമ്മുടെ ബമ്പർ പ്രൈസ് ആയിട്ടുള്ള സ്കൂട്ടർ മാമിനാണ് അടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. സായി നിനക്ക് അടിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്. ചടങ്ങിൽ 100ഓളം ഉറപ്പായ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും നടന്നു. ഉപഭോക്താക്കൾക്കുള്ള ഈ സമ്മാനങ്ങളുടെ വിതരണവും നടന്നു. CEO മാഹിൻ കോളിക്കര, ഡയറക്ടർ മുഹമ്മദ് ഫയാസ്, ജനാർദ്ദനൻ ബജക്കൂഡ്ലു, അൻവർ, ജനറൽ മാനേജർ സുജിത് സുകുമാർ, സെയിൽസ് മാനേജർ വിമൽ കുമാർ, സർവീസ് മാനേജർ ഗോപകുമാർ എന്നിവർ സംബന്ധിച്ചു. ജനങ്ങൾ ഹൃദയപൂർവ്വം കോളിക്കര ഹോണ്ട ഷോറൂമിനെ ഏറ്റെടുത്തതായും ഓണത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്നും CEO മാഹിൻ കോളിക്കര പറഞ്ഞു. നമ്മുടെ കോളിക്കര ഹോണ്ട കാസർഗോഡ് മികച്ച 2 വീലർ സേവന സൗകര്യമാണ് നമ്മൾ ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഹോണ്ടയുടെ ഏറ്റവും ആധുനീകരിച്ച വിധത്തിലുള്ള സർവീസുകളാണ് നടത്തുന്നുള്ളത്. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് ഒമ്പിച്ച ഓഫറുകളുമായി നമ്മൾ കോളിക്കര ഹോണ്ട ഉപഭോക്താക്കളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപഭോക്താക്കളുടെ മുഴുവൻ സഹായ സഹകരണവും നമ്മുടെ ഈ സംരംഭത്തിലേക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും ഏറ്റവും എളുപ്പത്തിൽ സ്വന്തമാക്കുവാനുള്ള ഉപഭോക്തൃ സൗഹൃദ സേവനമാണ് കോളിക്കര ഹോണ്ടയുടെ സവിശേഷത. ഫിനാൻസ്, എക്സ്ചേഞ്ച്, സർവീസിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ഇവിടെ ലഭിക്കും. ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വപ്ന വാഹനം കണ്ടെത്തുന്നതിനും മികച്ച സേവനം ഉറപ്പാക്കുന്നതിനും പരിചയസമ്പന്നരായ പ്രൊഫഷണൽ ടീം തന്നെ കോളിക്കര ഹോണ്ടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ പഞ്ചത്തുകുന്ന് സ്മാർട്ട് അംഗൻവാടി ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് MLA NE നെല്ലിക്കുന്നിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചെലവിലാണ് അതിമനോഹരമായ അംഗൻവാടി പണി കഴിപ്പിച്ചത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചത്തുകുന്ന് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമായി മാറി. കാസർഗോഡ് MLA NE നെല്ലിക്കുന്നിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചിലവിലാണ് അതിമനോഹരമായ ഈ അംഗൻവാടി പണി കഴിപ്പിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ NE നെല്ലിക്കുന്ന് MLA അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമുള്ള ഒരു തലമുറ നമുക്ക് ആവശ്യം. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യമില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കണം, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അംഗനവാടി അവരുടെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, മുലയൂട്ടുന്ന അമ്മമാരുടെ കാര്യത്തിലും നമ്മുടെ അംഗൻവാടി വളരെയധികം പ്രയോജനകരമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുട്ടികളുടെ അടിത്തറയാണ് നമ്മുടെ അംഗനവാടി എന്ന് പറയുന്നത്. ഈ അടിത്തറ സ്ട്രോങ് ആയാൽ പിന്നെ വളരുമ്പോൾ അവർ നന്നായി വളരും. ആര് എന്ത് ചെയ്താലും ആ കുട്ടികളെ തളർത്താനോ ആ കുട്ടികളെ ക്ഷീണിപ്പിക്കാനോ ഒരാൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ അംഗനവാടിയിലേക്ക് കുട്ടികളെ അയക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി നിർമ്മിക്കുന്നതിനു വേണ്ടി 3 സെന്റ് സ്ഥലം സൗജന്യമായി അനുവദിച്ച മൊഗ്രാൽ പുത്തൂരിന്റെ അഭിമാനമായി മാറിയ റഹീം ചായ്ക്ക് NE നെല്ലിക്കുന്ന് MLA നാടിന്റെ സ്നേഹാദരം സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ നിസാർ കുളങ്കര, പ്രമീള മച്ചൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകുമാർ കുതിരപ്പാടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റാഫി എരിയാൽ, സമ്പത്ത് കുമാർ, ധർമ്മപാലൻ, മല്ലിക, ഗിരീഷ് മച്ചൽ, ICDS സൂപ്പർവൈസർ M ഷൈമ, അൻവർ ചേരങ്കൈ, ചന്ദ്രശേഖരൻ, ഹമീദ്, ജമാൽ ബള്ളൂർ, മെഹ്മൂദ് ബള്ളൂർ, CH മുജീബ്, റഫീഖ് പുത്തൂർ, ജയന്തി, KM ഇർഷാദ്, റിയാസ് പഞ്ചംകുന്ന്, മുഹമ്മദ് ബള്ളൂർ, റഹീം വാച്ച്, നൂർ
നൂറുദ്ദീൻ, റഫീഖ് ഹാജി, KB അഷ്റഫ്, നൂർച്ച, വിവിധ അംഗൻവാടി വർക്കർമാർ, കരാർ ഏറ്റെടുത്ത മുഹമ്മദ് ശിഹാബുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സ്വാഗതവും വാർഡ് മെമ്പർ സുലോചന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെട്ടുംകുഴി അസ്രി സ്കൂൾ ഹാളിൽ ബഡ്ഡീസ് മീറ്റ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് അസ്രി സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചെട്ടുംകുഴിയിലെ വിദ്യാർത്ഥികൾ KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെട്ടുംകുഴിയിലെ വിദ്യാർത്ഥികളുമായി ഒത്തുചേർന്ന് അസ്രി സ്കൂൾ ഹാളിൽ വെച്ച് ബഡ്ഡീസ് മീറ്റ് സംഘടിപ്പിച്ചു. സുഹൃത്തുക്കളാണ് ജീവിതത്തിന്റെ പ്രകാശം എന്ന സന്ദേശത്തിൽ നടത്തിയ പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കെ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സുബൈർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അബ്ദുൽ ജലീൽ, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ SI വിജയൻ മേലത്ത്, KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെയർമാൻ അൻവർ സദാത്ത്, മുനീസ അമ്പലത്തറ, TA ഷാഫി, ഹനീഫ UA, ഷെഫീഖ്, ടീച്ചർമാരായ ആവണി C, നവ്യ K, വർഷ K, ബൽക്കീസ്, അബ്ദുൽ ജുനൈദ് PM എന്നിവർ സംസാരിച്ചു. അസ്രി റീഹാബിലിറ്റേഷൻ സെന്റർ ചീഫ് കോർഡിനേറ്റർ അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ സ്വാഗതവും ടീച്ചർ അശ്വിനി AN നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗെയിംസ് മത്സരങ്ങളും നടന്നു. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗഹൃദ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അകൽപ്പാടി ശ്രീ അന്നപൂർണേശ്വരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപകൻ ചന്ദ്രഹാസ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് ബദിയടുക്ക മേഖലാ സ്വാസ്ഥ്യ സങ്കല്പ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അകൽപ്പാടി ശ്രീ അന്നപൂർണേശ്വരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ വിവര ശില്പശാല നടന്നു. റിട്ടയർഡ് അധ്യാപകൻ ചന്ദ്രഹാസ് നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനജാഗൃതി വേദി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം അധ്യക്ഷത വഹിച്ചു. ലഹരിമരുന്നിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുമ്പടാച്ചെ പഞ്ചായത്ത് അംഗം ഹരീഷ് ഗോസാഡ, പ്രധാനാധ്യാപകൻ ഗിരീഷ് എൻ, സൂപ്പർവൈസർ സുഗുണ എന്നിവർ പങ്കെടുത്തു. സേവാ പ്രതിനിധി കമലാക്ഷി സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC ഹാപ്പിനെസ് ടീം അംഗങ്ങൾക്ക് അടിയന്തര സാഹചര്യത്തിൽ നടത്തേണ്ട ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശീലനം നൽകി. KMCC സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് ഇസ്മായിൽ ഏറാമല ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് KMCC ഹാപ്പിനെസ് ടീം അംഗങ്ങൾക്ക് റിഫാഖ് ഔഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നെബോഷ് കോഡ് ലേണിംഗ് പാർട്ട്ണർ സഹകരണത്തോടെ സംഘടിപ്പിച്ച അടിയന്തര സാഹചര്യത്തിൽ നടത്തേണ്ട ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശീലന പരിപാടി KMCC സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് ഇസ്മായിൽ ഏറാമല ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC ആസ്ഥാനത്ത് നടന്ന പരിശീലന ക്യാമ്പിൽ ചെയർമാൻ R ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, VC നാസർ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സിദ്ദീഖ് ചൌക്കി സ്വാഗതവും ക്യാപ്റ്റൻ അഷ്റഫ് തോട്ടോളി നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ ദുബായ് KMCCയുടെ 120 ഹാപ്പിനെസ് ടീം അംഗങ്ങൾ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നെബോഷ് ട്രെയിനിംഗ് സെന്റർ സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SKSBV വിജ്ഞാനോത്സവം ടാലന്റ് പരീക്ഷയിൽ മേഖലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നടന്നു. പഠന ക്യാമ്പും സമാപിച്ചു. സയ്യിദ് ഹംദുള്ള തങ്ങൾ മൊഗ്രാൽ ഉദ്ഘാടനം ചെയ്തു. മികവുറ്റ വിദ്യാർത്ഥികളെ കണ്ടെത്തി ധാർമ്മികവും ഭൗതികവുമായ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി SKSBV ജില്ലാ കമ്മിറ്റി നടത്തിയ വിജ്ഞാനോത്സവം ടാലന്റ് പരീക്ഷാ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നടന്നു. വിദ്യാനഗർ എഡ്ജ് ലിബർട്ടി സെന്ററിൽ നടന്ന പഠന ക്യാമ്പും സമാപിച്ചു. സയ്യിദ് ഹംദുള്ള തങ്ങൾ മൊഗ്രാൽ ഉദ്ഘാടനം ചെയ്തു. SKSBV ജില്ലാ ചെയർമാൻ ജമാലുദ്ദീൻ ധാരമി ആലമ്പാടി അധ്യക്ഷത വഹിച്ചു. ഖലീൽ ഹസനി വയനാട് വിഷയാവതരണവും വർക്കിംഗ് സെക്രട്ടറി ജാഫർ സ്വാദിഖ് മാടത്തെടുക്ക ആമുഖ ഭാഷണവും നടത്തി. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറിമാരായ മൊയ്തു മൗലവി ചെറുക്കള, ഹനീഫ് അസ്നവി ഉളിയത്തെടുക്ക, ഗോവ അബ്ദുള്ള ഹാജി, ഷാഫി ഫൈസി തൈവളപ്പ്, SKSBV ജില്ലാ ഭാരവാഹികളായ ഖലീൽ ദാരിമി ബിളിഞ്ചം, മജീദ് ദാരിമി, അഷ്റഫ് ഫൈസി കിന്നിങ്കാർ, ഇല്യാസ് അസ്ഹരി, ഹാഷിർ വളവിൽ, ഷാക്കിർ ഭാഗഫി നഗർ, ഹൗസാൻ ബന്ദിയോട്, നയീമുദ്ദീൻ, റഹ്മത്ത് നഗർ തുടങ്ങിയവർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റോട്ടറി ക്ലബ് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
റോട്ടറി ക്ലബ് കാഞ്ഞങ്ങാട്, സൺറൈസ് ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട് NSS യൂണിറ്റ്, GHSS ബെല്ല ഈസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പീഡിയാട്രി, ENT, ഡെർമറ്റോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. GHSS ബെല്ല ഈസ്റ്റ് PTA പ്രസിഡന്റ് N. ഗോപി അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ജയേഷ് K, സൺറൈസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് എന്നിവർ ക്യാമ്പ് വിശദീകരണം നടത്തി. GHSS ബെല്ല ഈസ്റ്റ് പ്രിൻസിപ്പൽ CV അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു. ENT ഡോക്ടർ അശ്വിൻ, ഡെർമറ്റോളജി ഡോക്ടർ അപർണ, പീഡിയാട്രിക്സ് ഡോക്ടർ അമൃത എന്നിവരാണ് പരിശോധനയ്ക്കായി എത്തിയത്. റോട്ടറി മുൻ പ്രസിഡന്റുമാരായ NS സുരേഷ്, VV ഹരീഷ് എന്നിവർ സംബന്ധിച്ചു. GHSS ബെല്ല ഈസ്റ്റ് ഹെഡ് മിസ്ട്രസ് MS ശുഭലക്ഷ്മി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക സമരത്തെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗാക്രമണത്തിൽ നിന്ന് കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി DF ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു അടക്കമുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ച് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോയ് KA അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടിറ്റോ ജോസഫ് സ്വാഗതം പറഞ്ഞു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അശോക് ഹെഗ്ഡെ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, KK ബാബു, അനിൽ വാഴ്ന്നൂരടി, MP ജോസഫ്, M. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ ചീമേനി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരസംഘം പരിസരത്ത് വെച്ച് നടന്ന സമ്പർക്ക പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെയും പുല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സമ്പർക്ക പരിപാടി നടന്നു. ക്ഷീരസംഘം പരിസരത്ത് വെച്ച് നടന്ന സമ്പർക്ക പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് P. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീത, പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർമാരായ MV നാരായണൻ, M. പ്രീതി എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാർ ക്ഷീരമേഖലയിലെ പുതിയ പദ്ധതികൾ എന്ന വിഷയത്തെ അധികരിച്ച ക്ലാസ് കൈകാര്യം ചെയ്തു. ചടങ്ങിൽ വച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്കിൽ SC ST വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന എടമുണ്ടയിലെ VK പാട്ടിയെ അനുമോദിച്ചു. വിവിധ ധനസഹായങ്ങളും വിതരണം ചെയ്തു. സംഘം സെക്രട്ടറി P. കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള പോലീസ് സ്റ്റേഷന് തന്നെ നാണക്കേടുണ്ടാകുന്ന തരത്തിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനെ തുടർന്നാണ് നടപടി. കാസർഗോഡ് പൈക്ക പള്ളി കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു. സംഭവത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. A. മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായി നടന്നു. അദാലത്തിൽ ലഭിച്ച 152 പരാതികളിൽ 137 തീർപ്പാക്കി. ഉപ്പള ബേരിക്കയിൽ വൈദ്യുതി പോസ്റ്റ് കടലിലേക്ക് ചെരിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. കടലാക്രമണത്തെ തുടർന്ന് വൈദ്യുതി തൂൺ കടലിലേക്ക് ചെരിയുകയായിരുന്നു. കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർക്കായുള്ള യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.